ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. തൊലി ഇതുപോലെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ടു. പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ജാറ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ചിലവർ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് അരപ്പ് തിളച്ച് വരണം. അതിനുശേഷം കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നു. തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കണേ. എന്താ പുളിയും ഞാൻ കുറച്ചുകൂടെ തൈര് ഒഴിച്ചിരുന്നു. മാങ്ങയുടെ പുളിയും തൈരും അരപ്പും എല്ലാം കൂടെ ചേരുമ്പം ഉപ്പ് വേണ്ടി വരും. അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് ഇളക്കി അതൊന്ന് വാങ്ങി വെച്ചു. പിന്നെ വറവിനായി കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പിലയാണ് വറുത്തിടുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യും കൂടെ ചേർത്ത് വറുത്തിടാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. താങ്ക്